ഹായ് ഫ്രണ്ട്സ്, SSC ചലഞ്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആവറേജുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് PYQ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് മെയിൻസ് എക്സാമിന് ചോദിച്ച CGL മെയിൻസ് അതുപോലെ പ്രിലിംസിനൊക്കെ ചോദിച്ച നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആവറേജിന്റെ രീതിയിൽ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിൽ. സോ എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമ്മൾ ചെറിയ ഒന്ന് രണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതായത് ആവറേജ് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ആണ് ആവറേജ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ ഈ നമ്മുടെ ആവറേജ് ക്വസ്റ്റ്യൻസിൽ മിക്കവാറും വരുന്ന രീതിയാണ് ഒരാൾ വന്നു അല്ലെങ്കിൽ കുറച്ച് പേര് വന്നു കുറച്ച് പേര് ഇവിടുന്ന് പോയി അപ്പോൾ ആവറേജ് കൂടി ആവറേജ് കുറഞ്ഞു അങ്ങനെയുള്ള പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഒരു ക്ലാസ്സിൽ 30 സ്റ്റുഡൻസ് ഉണ്ട്. 30 സ്റ്റുഡൻസിൽ 12 ചോക്ലേറ്റ്സ് ഉണ്ട് ഈച്ച്. 12 ചോക്ലേറ്റ്സ് ഈച്ച് ആണ്. സോ അവരുടെ ആവറേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആവറേജ് ഈസ് ഓൾസോ എന്താണ്? ഓരോരുത്തർക്കും 12 ചോക്ലേറ്റ്സ് ഉണ്ട്. സോ അവരുടെ ആവറേജ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 12 തന്നെയായിരിക്കും അല്ലെ? അപ്പോൾ ഒരു ക്ലാസ് ടീച്ചർ വരികയാണ്. ക്ലാസ് ടീച്ചർ ക്ലാസ്സിലോട്ട് വന്നിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട് ടീച്ചറുടെ കയ്യിൽ. അവർ എന്നിട്ട് ഈ ചോക്ലേറ്റ്സ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് കുട്ടികൾക്ക്. അപ്പോൾ ടീച്ചർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ ഉൾപ്പെടെ ഉള്ളവർക്ക് ഈക്വൽ നമ്പർ ഓഫ് ചോക്ലേറ്റ്സ് കിട്ടുന്ന രീതിയിലാണ് ക്ലാസ് ടീച്ചർ ചോക്ലേറ്റ്സ് കൊണ്ടുവന്നത്. അത്രയും ചോക്ലേറ്റ്സും കൊണ്ടാണ് വന്നത്. അതായത് ടീച്ചറിന്റെ കയ്യിലുള്ള ചോക്ലേറ്റ്സ് എല്ലാവർക്കും ഈക്വൽ ആയി കൊടുത്തിട്ട് ടീച്ചറിന്റെ കയ്യിലും ടീച്ചറും കൂടെ എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈക്വൽ നമ്പർ ഓഫ് ചോക്ലേറ്റ്സ് ആയിരിക്കും. അത്രയും എണ്ണമാണ് ടീച്ചർ കൊണ്ടുവന്നത്. അപ്പൊ ടീച്ചർ എത്ര ചോക്ലേറ്റ്സും കൊണ്ടായിരിക്കും വന്നത് എന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്കറിയാം ടീച്ചർ ഇപ്പൊ വരുവാണ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇപ്പൊ ക്ലാസ് ടീച്ചർ കൂടെ വന്നപ്പോൾ ക്ലാസ് ടീച്ചർ വന്നു, എത്രയോ ഒരു ചോക്ലേറ്റ്സും കൊണ്ടാണ് വന്നത്. സോ അപ്പോൾ ആവറേജ് 13 ആയി എന്നാണ് ക്വസ്റ്റ്യൻ. ചോക്ലേറ്റ്സ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാമല്ലോ. പക്ഷെ നിങ്ങൾക്കിത് ഞാൻ ചോക്ലേറ്റ് എന്ന് പറയുന്നതിൽ ഏജ് നിങ്ങൾ കണക്കാക്കിയാൽ ഇതേപോലെ ക്വസ്റ്റ്യൻ വരും. അതായത് ഇത്ര സ്റ്റുഡൻസിന്റെ ആവറേജ് ഏജ് 12 ആണ്. ഒരാൾ എൻ്റർ ചെയ്തു അല്ലെങ്കിൽ ക്ലാസ് ടീച്ചറോ മറ്റാരോ എൻ്റർ ചെയ്തപ്പോൾ ആവറേജ് ഏജ് 13 ആയി. എങ്കിൽ ആ വന്നയാളുടെ വയസ്സ് എത്ര എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഞാനത് ചോക്ലേറ്റ്സ് ആയിട്ട് ആ ക്വസ്റ്റ്യൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, രണ്ടും സെയിം പാറ്റേൺ. സോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ക്ലാസ് ടീച്ചർ വന്നു. അപ്പോൾ ആവറേജ് എത്രയാണ്? 13 ആണെന്നാണ് പറഞ്ഞത്. സോ എത്ര ചോക്ലേറ്റ്സും കൊണ്ടായിരിക്കും ടീച്ചർ വന്നത്? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏജിന്റെ ആണെങ്കിൽ പറഞ്ഞാൽ ടീച്ചറിന്റെ ഏജ് എത്രയായിരിക്കും എന്നതായിരിക്കും അവിടെ ക്വസ്റ്റ്യൻ വരുന്നത്. സോ ഇവിടെ ടീച്ചറും കൂടെ വന്നപ്പോൾ എന്താ സംഭവിച്ചേ? ആവറേജ് ഏജിൽ ഒരു പ്ലസ് വൺ നടന്നു അല്ലെ? ഒരു 1 കൂടുകയാണ് ചെയ്തത്. അതായത് ടീച്ചർ വന്നു ഓരോ ചോക്ലേറ്റ്സും ഓരോ കുട്ടികൾക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ ഓരോ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ 30 സ്റ്റുഡൻസ് ഉണ്ട്. അവർക്കൊക്കെ ഓരോ ചോക്ലേറ്റ്സ് വെച്ച് കൊടുത്തു. അതായത് 13 ചോക്ലേറ്റ്സ് ആയി ഓരോരുത്തർക്കും. ആണല്ലോ, ഓരോ ചോക്ലേറ്റ്സ് കൊടുത്തു. 13 ചോക്ലേറ്റ്സ് ആയി. ആവറേജ് എന്ത് സംഭവിച്ചു? ആവറേജ് 13 ആയി. ആണല്ലോ. അപ്പോൾ ഓരോ ചോക്ലേറ്റ്സും ഓരോരുത്തർക്ക് കൊടുത്തു. അതായത് ആദ്യമേ ആദ്യത്തെ സ്റ്റുഡൻസിന് 1 കൊടുത്തു. അപ്പം 12 ആയിരുന്നു ആദ്യമേ, അത് 13 ആയി. അങ്ങനെ 30 പേർക്കും 13 കൊടുക്കുന്നു. അപ്പോൾ ആവറേജ് ടോട്ടൽ എന്തായി? 13 ആയി. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഈ ടീച്ചർക്കും എന്ത് വേണം? ടീച്ചർക്കും 13 ചോക്ലേറ്റ്സ് വേണ്ടേ? അല്ലെ? നമ്മൾ പറഞ്ഞത് ടീച്ചറും കൂടെ ഉൾപ്പെടെ ടീച്ചറിനും കൂടെ ഈക്വൽ നമ്പർ ചോക്ലേറ്റ്സ് വേണം. ഓക്കെ, അപ്പൊ 13 കൊടുത്തു കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് ഈക്വൽ ആയി. പക്ഷെ ടീച്ചറിന് ഈക്വൽ ആയോ? ഇല്ല. സോ ടീച്ചറിന്റെ കയ്യിലും 13 ചോക്ലേറ്റ്സ് വേണം. ഹി ഷുഡ് ലെഫ്റ്റ് വിത്ത് 13 ചോക്ലേറ്റ്സ്. അപ്പൊ എന്താണ്? ഓരോ മെമ്പറിനും 13 ചോക്ലേറ്റ്സ് ആയിരിക്കും. അപ്പോൾ ടോട്ടൽ എത്ര ചോക്ലേറ്റ്സും കൊണ്ടായിരിക്കും ടീച്ചർ വന്നത്? ടോട്ടൽ ചോക്ലേറ്റ്സ്, അതായത് ഓരോ കുട്ടികൾക്കും ഓരോ ചോക്ലേറ്റ് കൊടുക്കണം. അതായത് 30 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 30 ചോക്ലേറ്റ്. പിന്നെ ടീച്ചറിന് ഒരു 13 എണ്ണം വേണം, എങ്കിലേ ഈക്വൽ ആവത്തുള്ളൂ. പ്ലസ് 13, ദാറ്റ് മീൻസ് 43 ചോക്ലേറ്റ്സ് കൊണ്ടായിരിക്കും ടീച്ചർ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? അതാണ് ഇവിടുത്തെ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ്. ഇപ്പൊ അത് ഏജിന്റെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ഏജ് 12 ആണ്. 30 സ്റ്റുഡൻസ് ഉണ്ട്. ക്ലാസ് ടീച്ചർ എൻ്റർ ആയി കഴിഞ്ഞപ്പോൾ ആവറേജ് ഏജ് 13 ആയി. സോ എന്തായിരിക്കും ടീച്ചറിന്റെ ഏജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും? അവിടെ ഇത് തന്നെയാണ്. ടീച്ചർ വന്നു കഴിഞ്ഞപ്പോൾ +1 വേരിയേഷൻ ഉണ്ടായി അല്ലെ? +1 വേരിയേഷൻ ഉണ്ടായി. അപ്പൊ 30 സ്റ്റുഡൻസിനും ആ 1 ബാധകമാണ്. ഓക്കെ, അതായത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പ്ലസ് എന്താണ്? 13 കൂടെ വന്നു.
ഇസ് ഈക്വൽ ടു 43 ആയിരിക്കും. 43 ഏജ് ആയിരിക്കും ടീച്ചർ ഉണ്ടാകുന്നത്. ഇവിടെ ചോക്ലേറ്റ്സിന്റെ കണക്ക് ഞാൻ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ 30 സ്റ്റുഡൻസിന് 12 ചോക്ലേറ്റ് ആദ്യം ഉണ്ടായിരുന്നു. അവരുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 12 ആണ്. ടീച്ചർ വന്നു. ടീച്ചർ വന്ന ശേഷം ടീച്ചറിന്റെ കയ്യിൽ കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട്. അത് ഈക്വൽ ആയിട്ട് എല്ലാ കുട്ടികൾക്കും കൊടുത്തു. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഈക്വൽ ആയിരിക്കുകയും ചെയ്യണം. ടീച്ചറിന്റെ കയ്യിലും അതേ നമ്പർ തന്നെ ആയിരിക്കുകയും ചെയ്യണം. ടീച്ചർ വന്നപ്പോൾ ആവറേജ് +1 കൂടുകയാണ് ചെയ്തത്. അപ്പോൾ 13 ചോക്ലേറ്റ് ടീച്ചർ ഓരോരുത്തർക്കും ഓരോ ചോക്ലേറ്റ് കൊടുത്തു. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ 30 സ്റ്റുഡൻസ് ഉണ്ട്. അവർക്ക് 12 ചോക്ലേറ്റ് വെച്ചുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും 13 ചോക്ലേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് 1 വെച്ച് കൂടി. അതായത് 30 ചോക്ലേറ്റ് ടീച്ചർ ഓൾറെഡി കൊണ്ടുവരണം അല്ലേ, ഓരോന്ന് സ്റ്റുഡൻസിന് കൊടുക്കണമെങ്കിൽ. പ്ലസ് ടീച്ചറിന് 13 ചോക്ലേറ്റ് വേണമെങ്കിൽ എന്താ, അത് എക്സ്ട്രായും കൂടെ 13 കൊണ്ടുവരണം. അപ്പോൾ 30 ചോക്ലേറ്റ് കൊണ്ടുവന്നു, അതിന്റെ കൂടെ 13 ചോക്ലേറ്റ് കൂടെ കൊണ്ടുവന്നു. സോ ടോട്ടൽ 43 ചോക്ലേറ്റ്സ് കൊണ്ടുവന്നാൽ മാത്രമേ ടീച്ചറിന് അത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അതാണ് ഈ ഒരു ആവറേജിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്കിനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. സോ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണ്. ദ ആവറേജ് ഓഫ് 5 numbers is 30. If one number is excluded, the average becomes 31. What is excluded number? ഇത് ബേസിക് ആയിട്ട് ആവറേജ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് 5 നമ്പേഴ്സ് ഉണ്ട്. ഈ 5 നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറയുന്നത് 30 ആണ്. ഒരു നമ്പർ എക്സ്ക്ലൂഡ് ചെയ്തു, അതായത് പിന്നെ വരുന്ന 4 നമ്പേഴ്സ്. ഈ 4 നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറയുന്നത് 31 ആണ്. സോ എന്തായിരിക്കും എക്സ്ക്ലൂഡ് ചെയ്ത നമ്പർ? ഇപ്പൊ നമ്മൾ കൺവെൻഷനലി സ്റ്റാൻഡേർഡ് ആയ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? 5 നമ്പേഴ്സിന്റെ ആവറേജ് 30 ആയതുകൊണ്ട് തന്നെ ടോട്ടൽ 150 ആയിരിക്കും. ഒരു നമ്പർ എക്സ്ക്ലൂഡ് ചെയ്യുമ്പോൾ 4 നമ്പേഴ്സ് ആയി. അപ്പോൾ അതിന്റെ ആവറേജ് 31 ആകുമ്പോൾ 4 into 31 എന്ന് പറഞ്ഞാൽ 124 ആണ്. സോ ഇത് മൈനസ് ചെയ്യുമ്പോൾ 6 326 കിട്ടും. സോ ഇതായിരിക്കും എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്ന നമ്പർ. ഇതാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന മെത്തേഡ്. നമുക്ക് എങ്ങനെ ഡീവിയേഷൻ വെച്ച് ചെയ്യാമെന്ന് അവിടെ ശ്രദ്ധിക്കുക. അതായത് ആവറേജ് 30 ആണ്. ഒരു നമ്പർ എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആവറേജ് 31 ആയി. അതായത് ആവറേജ് +1 ആയി അല്ലേ? ആവറേജ് +1 ആയി. ഈ +1 എന്ന് പറഞ്ഞാൽ എത്ര നമ്പേഴ്സിന് ബാധകമാണ്? ഒരു നമ്പർ പോയി ബാക്കി 4 നമ്പേഴ്സിന് ബാധകമാണല്ലോ. അപ്പോൾ 4 നമ്പേഴ്സിന് ബാധകമാണ്. സോ 4 ആയിരിക്കും എന്തെന്ന് പറയുന്നത്, +4 ആണ് അതിന്റെ ആ ഡിവിയേഷൻ എന്ന് പറയുന്നത്. സോ 30 - 4 ആയിരിക്കും അതിന്റെ ആൻസർ. 26 ഇയേഴ്സ്. 26 ഇയേഴ്സ് ആയിരിക്കും ഇവിടെ ആൻസർ. താഴെ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ, ഇതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അവിടെ 6 നമ്പേഴ്സിന്റെ ആവറേജ് 18 ആണ്. 1 നമ്പർ എക്സ്ക്ലൂഡ് ചെയ്യുമ്പോൾ ആവറേജ് 17 ആയി. അവിടെ ശ്രദ്ധിച്ചോ നിങ്ങൾ? ഞാൻ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യനിൽ 30 31 ആവുകയാണ് ചെയ്ത ആവറേജ്. ഇവിടെ 18 ആവറേജ് എന്ത് ചെയ്തു? 17 ആണ്. അതായത് കുറയുകയാണ് ചെയ്തത്. 6 നമ്പേഴ്സിന്റെ ആവറേജ് 18 ആയി. ഒരു നമ്പർ എക്സ്ക്ലൂഡ് ചെയ്യുമ്പോൾ 5 നമ്പേഴ്സിന്റെ ആവറേജ് 17 ആയി. അവിടെ ആവറേജിന് എന്ത് സംഭവിച്ചു? -1 സംഭവിച്ചു. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കൂടുതൽ വലിയൊരു നമ്പർ പോകുമ്പോഴാണ് അതിന് നെഗറ്റീവ് ആയിട്ട് ബാധിക്കുന്നത്. അതായത് ആവറേജ് ഇപ്പോൾ വളരെ കുറഞ്ഞു എന്ന് പറയുമ്പോൾ വലിയൊരു നമ്പർ എന്താ, ആവറേജിനേക്കാളും വലിയൊരു നമ്പർ പുറത്തോട്ട് പോയി. അതുകൊണ്ടാണ് ആവറേജിന് നെഗറ്റീവ് ആയിട്ട് ബാധിച്ചത്. മേളിൽ കണ്ടോ 30 ആയിരുന്നു, അതിനേക്കാൾ അത് 31 ആയി, ആവറേജ് കൂടുകയാണ് ചെയ്തത്. അപ്പൊ അതിനേക്കാൾ ചെറിയൊരു നമ്പറാണ് പോയത്. വലിയൊരു എഫക്റ്റ് അതിന് ഉണ്ടായിട്ടില്ല. അപ്പൊ എക്സ്ക്ലൂഡ് ചെയ്ത നമ്പർ 26 ഇയേഴ്സ്. ഇവിടെ എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പൊ എത്ര നമ്പേഴ്സിന് ബാധകമാണ്? -1 multiplied with 5, that is -5. സോ എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്ന നമ്പർ എന്ന് പറയുമ്പോൾ 18 + 5 23 ആയിരിക്കും. 23 ഓപ്ഷൻ DSC ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇത് രണ്ടും ഒരേ പാറ്റേൺ ആണ്. പക്ഷേ അതിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഒന്നില് ആവറേജ് കൂടുകയാണ് ചെയ്തത്, ഒന്നിൽ ആവറേജ് കുറയുകയാണ് ചെയ്തത്. സോ ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ +1 ആണ്. അത് എത്ര നമ്പേഴ്സിന് ആപ്ലിക്കബിൾ ആണ്? 4 നമ്പേഴ്സിന് ആപ്ലിക്കബിൾ ആണ്. സോ ആവറേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 30നേക്കാളും 4 കുറവായിരിക്കും. അതിനെ അഫക്റ്റ് ചെയ്യുന്നത് അത്രയാണ്. 30 - 4 26 ആയിരിക്കും. എന്നാൽ കുറയുക എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ഓപ്പറേഷൻ ചെയ്യണം? അപ്പോൾ ഇത് മൈനസ് അല്ല കേട്ടോ, ഇത് ഒരിക്കലും. ഓക്കെ, 18 + 5 23 ആയിരിക്കും ഇവിടെ ആൻസർ. സോ ആ രണ്ട് പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസും മനസ്സിലാക്കിയിരിക്കുക. Next question, the average of 16 numbers is 48. The average of first 6 numbers is 45 and that of the last 7 numbers is 53. The 7th and 8th numbers are respectively 3 and 7 greater than 9th number. So what is the average of 9th and 7th numbers? ഈ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് നോട്ട് ചെയ്യാം. 16 നമ്പേഴ്സിന്റെ ആവറേജ് 48 ആണ്. അതുപോലെ 6 നമ്പേഴ്സിന്റെ ആവറേജ് 45, 7 നമ്പേഴ്സിന്റെ ആവറേജ് 53. ഇനി പറയുന്ന നെക്സ്റ്റ് പോയിന്റ്, 7th നമ്പർ, അതുപോലെ തന്നെ 8th നമ്പർ, നെക്സ്റ്റ് 9th നമ്പർ. സോ 9th നമ്പർ നമ്മൾ x എന്ന് എടുത്താൽ 7th നമ്പർ x+3 ആണ്, 8th നമ്പർ x+7. സോ ഇതവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. 48 ഉം 45 എടുത്തു കഴിഞ്ഞാൽ -3 ഡീവിയേഷൻ ആണ് ഉള്ളത് അല്ലെ? -3 എത്ര നമ്പേഴ്സിനാണ്? 6 നമ്പേഴ്സിനാണ്. സോ -18 വരും. അതുപോലെ നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 48 53 നോക്കിയാൽ +5 7 നമ്പേഴ്സിന്, ദാറ്റ് ഈസ് ഈക്വൽ ടു 35. സോ ഇവരുടെ സം ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത്
സം ഓഫ് ഡീവിയേഷൻ ആണ്. -18 + 35 എന്ന് പറയുന്നത് +17. ഓക്കെ. സോ ഇവിടെ ഈ നമ്പേഴ്സിന്റെ സം ഓഫ് ദിസ് ത്രീ നമ്പേഴ്സ് എന്ന് പറയുന്നത് ടോട്ടൽ 48 ആണ്. സോറി, ആവറേജ് 48 ആണ്. 48 മൾട്ടിപ്ലൈഡ് വിത്ത് 3 ആണ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കണം, നമുക്ക് ഇവിടെ ഡീവിയേഷന്റെ സം 17 കിട്ടി. സോ അത്രയും കൂടുതലാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കുറയ്ക്കണം. സോ ഇസ് ഈക്വൽ ടു 144 മൈനസ് 17 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 127 വരും. സം എന്ന് പറയുന്നത് നമുക്കറിയാം x+3 + x+7 + x, അതായത് 3x + 10 എന്ന് പറയുന്നത് 127 ആണ്. which implies 3x equal to 117, x equal to 9, x equal to 9, 39. ചോദിച്ചിരിക്കുന്ന what is the average of 9th and 7th numbers. 9th and 7th numbers എന്ന് പറയുമ്പോൾ x plus 3 യുടെ ആവറേജ്, അതായത് 2x plus 3 യുടെ ആവറേജ് is equal to x plus 1.5, അതായത് 39 plus 1.5 എന്ന് പറയുന്നത് 40.5. ഓപ്ഷൻ ഏതാണ്? ബി ആണ് കറക്റ്റ് ആൻസർ. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഡീവിയേഷൻ എടുക്കണം. ഇത്രയും ഡീവിയേഷൻ കൂടുതലാണ്. പിന്നെ സം ഓഫ് ത്രീ നമ്പേഴ്സ് എടുക്കുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം എന്താണ്? അത് കുറയ്ക്കണം. സോ ഇവിടെ ആൻസർ 40.5. നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞിരിക്കുന്ന മാർക്സിന്റെ. അതായത് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു കുട്ടിയുടെ മാർക്ക് 57ന്റെ സ്ഥാനത്ത് 95 ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആവറേജിൽ സംഭവിച്ചത് 0.95 ഇൻക്രീസ് സംഭവിച്ചു. എങ്കിൽ എത്ര കുട്ടികളാണ് ക്ലാസ്സിൽ ഉണ്ടായത്? നമ്മൾ കൺവെൻഷണൽ ആയിട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ടോട്ടൽ നമ്മൾ എടുത്തു, ടോട്ടലിൽ നിന്നും 57 കൂട്ടി 97 കുറച്ച് അതിൽ നിന്ന് ആവറേജ് നമ്മൾ ഓരോ കേസ് സോൾവ് ചെയ്തായിരിക്കും കണ്ടുപിടിക്കുക. അല്ലാതെ നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതായത് ഇവിടെ വന്ന വ്യത്യാസം എന്താണ്? 95 കൂട്ടുകയും ചെയ്തു, 57 കുറയ്ക്കുകയും ചെയ്തു. അതായത് 57ന്റെ സ്ഥാനത്ത് എന്താണ്? 95 ആണ് റെക്കോർഡ് ചെയ്തത്. അപ്പൊ 95 നമ്മൾ കുറയ്ക്കണം. 95 അതിന്റെ കൂടെ 57 നമ്മൾ എന്താണ്? കൂട്ടുകയും ചെയ്യണം. സോ ഇത് എത്ര വരും? -38 വരും. -38 ആണ് വ്യത്യാസമുള്ളത്. അത്രയാണ് ഡിഫറൻസ് ഉള്ളത്. സോ അത്രയും ഡിഫറൻസ് നമുക്ക് എവിടെയാണ്? അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? ആവറേജ് 0.95 ആയിട്ട് കൂടി. അതായത് ടോട്ടൽ ഈ 38 എന്ന് പറയുന്നത് n നമ്പേഴ്സിന് ബാധകമാണ്. n ആണ് നമ്മുടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. 0.95നെ ഞാൻ ആദ്യമേ 0.95 എന്ന് എടുത്തു. ഓക്കെ, അതാണ് ആവറേജ് എന്ന് പറയുന്നത്. which implies 38 by n is equal to 95 by 100 എന്ന് എടുത്തു. Okay, so n is equal to 38 multiplied with 100 by 95 ആയിരിക്കും. അതായത് 19 ആണെങ്കിൽ 19 into 2 19 5 ആയിരിക്കും. So 520. That means n എന്ന് പറയുന്നത് എത്രയായിരിക്കും? 40 ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. മനസ്സിലായോ? അതായത് എത്ര നമ്മൾ, അതായത് റെക്കോർഡ് ചെയ്ത 95 നമുക്ക് മാറ്റണം അല്ലെ, എന്നിട്ട് 57 കൂട്ടണം. അപ്പൊ അത്രയും വ്യത്യാസം, -38ന്റെ വ്യത്യാസം. 38 സംഭവിച്ചപ്പോൾ ആവറേജ് സ്കോർ 0.95 കൂടി. ഓക്കെ, അപ്പൊ ആവറേജ്, അപ്പൊ അത്രയും 38ന്റെ കുറവ്, ആ 38 നമുക്ക് വരണം. അപ്പൊ 38 by n എന്ന് പറയുന്നതായിരിക്കും 0.95. അതിൽ നമുക്ക് n ന്റെ വാല്യൂ കിട്ടും. ആവറേജ് ഹൈറ്റ് ഓഫ് സം സ്റ്റുഡൻസ് ഇൻ എ ഗ്രൂപ്പ് 156 സെന്റിമീറ്റർ ആണ്. സോ ഒരു കുറച്ച് സ്റ്റുഡൻസിന്റെ ആവറേജ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 156 സെന്റിമീറ്റർ. 156. 5 സ്റ്റുഡൻസ് ഉണ്ട്, അവരുടെ ആവറേജ് ഹൈറ്റ് 160 സെന്റിമീറ്റർ ആണ്. അവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ആവറേജ് ഹൈറ്റിന് എന്ത് പറ്റി? ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് 0.8 സെന്റിമീറ്റർ കൂടി. അങ്ങനെയെങ്കിൽ എത്ര സ്റ്റുഡൻസ് ആ ഗ്രൂപ്പിലുണ്ട്? അതായത് 156 160 ആയി. അതായത് +4 ഇൻക്രീസ് ചെയ്തു. എത്ര പേർക്ക് ആപ്ലിക്കബിൾ ആണ്? 5 സ്റ്റുഡൻസ് ആണ് പിന്നീട് ജോയിൻ ചെയ്യുന്നത്. സോ +5 multiplied with 5, സോറി +4 multiplied with 5 is +20. സോ അത്രയും ഡിഫറൻസ് സംഭവിച്ചു. ഇനി പറയുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ് ഗ്രൂപ്പിൽ? ആവറേജ് എത്രയാണ്? 0.8 കൂടുകയാണ് ചെയ്തത്. അപ്പൊ 20 by n എന്ന് പറയുന്നത് 0.8, അതിൽ 8 by 10 ആയിരിക്കും. n is equal to 200 by 8 വരും. അതായത് 100 by 4, that is equal to 25. 5 സ്റ്റുഡൻസ് ഏതാണ്? ഫുൾ n എന്ന് പറയുന്നത്. അപ്പൊ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ഗ്രൂപ്പ് ഇനിഷ്യലി, തുടക്കത്തിൽ എത്ര സ്റ്റുഡൻസ് എന്നാണ്. 5 സ്റ്റുഡൻസ് വന്നതിന് ശേഷമാണ് ആവറേജ് ഇത്രയും നമ്മൾ ഡീവിയേഷൻ എടുത്ത് ചെയ്തത്. അതായത് ഇനിഷ്യലി എത്ര സ്റ്റുഡൻസ് ഉണ്ടാവും? 25 - 5 ആയിരിക്കും. ദാറ്റ് ഈസ് 28. രണ്ട് ഓപ്ഷൻസും ആൻസറിൽ കിടപ്പുണ്ട് നമ്മുടെ ചോയ്സസിൽ. അതുകൊണ്ട് ആൻസർ വ്യക്തമായിട്ടും ചോദ്യം മനസ്സിലാക്കിയിട്ട് മാത്രമേ ആൻസർ മാർക്ക് ചെയ്യാവൂ. നമ്മൾ പറഞ്ഞത് 156 സെന്റിമീറ്റർ 160 സെന്റിമീറ്റർ ആയി എന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലുള്ള എന്തോ ഒരു വാല്യൂ ആഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് +4 വന്നത്. അപ്പൊ +4 5 നമ്പേഴ്സിൽ 20 ഡീവിയേഷനിൽ സംഭവിച്ചു.
ആ 20 ഡിവൈഡ് സംഭവിച്ചപ്പം ആവറേജിന് എന്ത് പറ്റി 0.8 കൂടുകയാണ് ചെയ്തത്. അപ്പം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന n എന്ന് പറയുന്നത് കുട്ടികൾ ആഡ് ചെയ്തതിന് ശേഷമുള്ള നമ്പർ ആണ്. അപ്പൊ 5 സ്റ്റുഡൻസ് തുടക്കത്തിൽ എത്ര ഉണ്ടായിരിക്കും? 25 minus 5 20 ആയിരിക്കും. The average weight of students of section A and B 40 students ആണ് രണ്ട് പേർക്കുള്ളത്. അതായത് എക്കും ബിക്കും 40 students each. അപ്പോൾ അവരുടെ ആവറേജ് വെയിറ്റ് ഒന്ന് 45.5 kg ആണ്, മറ്റേത് 44.2 kg ആണ്. 2 students of section A, എയിൽ നിന്ന് 2 സ്റ്റുഡൻസ്, അവരുടെ ആവറേജ് വെയിറ്റ് 48.75, അവർ ബിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. എന്നിട്ട് ബിയിൽ നിന്നുള്ള 2 സ്റ്റുഡൻസ് എയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. രണ്ടുപേരുടെ ആവറേജ് സെയിം ആക്കാൻ വേണ്ടി, രണ്ടുപേരുടെ സെക്ഷൻസ് സെയിമും ആയി ആവറേജ് വെയിറ്റ്. സോ എത്ര അതായത് ബിയിൽ നിന്നും എയിലോട്ട് പോയ സ്റ്റുഡൻസിന്റെ ആവറേജ് വെയിറ്റ് എത്രയാണെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ നോക്കുക, 45.5 ആണ് എക്ക് ഉള്ളത്, 44.2 ആണ് ബിക്ക് ഉള്ളത്. സോ ഇവരുടെ ഒരു ഡിഫറൻസ് എത്രയായിരിക്കും? 1.3 ആയിരിക്കും അല്ലെ. 1.3 ആർക്ക് കൂടുതലാണ്? എയിൽ കൂടുതലാണ്. സോ അത് എത്ര സ്റ്റുഡൻസിന് ആപ്ലിക്കബിൾ ആണ്? ടോട്ടൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1.3 മൾട്ടിപ്ലൈഡ് വിത്ത് 40 ആയിരിക്കും. അതായത് 52 kg കൂടുതലാണ്. 52 kg കൂടുതലാണ്. സോ ഇവർ രണ്ടുപേരുടെയും ആവറേജ് സെയിം ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എത്ര കൊടുക്കണം? അതായത് എക്ക് എത്രയായിരിക്കണം? ടോട്ടൽ 52 ആണെന്നുണ്ടെങ്കിൽ എക്ക് 26 ആയിരിക്കണം, ബിക്കും എന്തായിരിക്കണം? 26 ആയിരിക്കണം. എങ്കിലും അവരുടെ ആവറേജ് വെയിറ്റ് സെയിം ആവുള്ളൂ. അപ്പൊ ബോത്ത് ഷുഡ് ബി എത്രയായിരിക്കും? 26 kg ഈച്ച്. അങ്ങനെ ആയിരിക്കും വരേണ്ടത്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് രണ്ട് സ്റ്റുഡൻസ് എയിൽ നിന്ന് പോയി അവരുടെ ആവറേജ് വെയിറ്റ് 48.75 ആണ്. അതായത് 48.75 ആണ്. അപ്പൊ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ആ കുട്ടികളുടെ ടോട്ടൽ വെയിറ്റ് 48.75 മൾട്ടിപ്ലൈഡ് വിത്ത് 2 ആയിരിക്കും. സോ ഇത് ചെയ്യുമ്പോൾ 5 1 7 1 9. സോ അതായത് 97.50 kg ആണ് പോകുന്നത്. അത്രയും ഷിഫ്റ്റ് ചെയ്യുവാണ്. ശരിക്കും എത്രയേ പാടുള്ളൂ? 26 കൊടുത്താൽ മാത്രമേ എന്തുള്ളൂ? രണ്ടുപേരും ഈക്വൽ ആവത്തുള്ളൂ. ബിക്ക് കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ റിമൈനിങ് എന്ന് പറയുന്നത്, അതായത് ബാക്കി നമ്മൾ തിരിച്ചു വാങ്ങിക്കണം. അപ്പൊ റിമൈനിങ് നമ്മൾ വാങ്ങിക്കുന്നത് എത്രയായിരിക്കും? റിമൈനിങ് എന്ന് പറയുന്നത് അതായത് 97.50 കൊടുക്കുവാണ്. പക്ഷെ നമ്മൾ 26 കൊടുക്കാൻ പാടുള്ളൂ. ബാക്കി നമ്മൾ തിരിച്ചു വാങ്ങിക്കണം. സോ ഇതെന്ന് പറയുന്നത് എത്രയായിരിക്കും? 71.50. സോ ഇത്രയും kg നമ്മൾ എന്ത് ചെയ്യണം? തിരികെ വാങ്ങിക്കണം. ഓക്കെ. സോ ആവറേജ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ തിരികെ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ബിയിൽ നിന്നും തിരികെ വാങ്ങിക്കുകയാണ്. അവരുടെ ടോട്ടൽ ആണ് 71.50. സോ ആവറേജ് എന്ന് പറയുന്നത് 71.50 ഡിവൈഡ് ബൈ 2 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 35.75 kg. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. മനസ്സിലായോ? അതായത് എയിൽ 45.5 ആണ് അവരുടെ ആവറേജ്, ബിയിൽ 44.2 ആണ്. അവരുടെ ഒരു ഡീവിയേഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് 1.3 ആണ്. എത്ര സ്റ്റുഡൻസ് ആണ്? 40 തന്നെയാണ് രണ്ടിടത്തും, സെയിം അല്ലേ? സോ 52 kg ടോട്ടൽ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ 26 kg ബിക്ക് കൊടുക്കാൻ 26 kg എ എടുത്താൽ മാത്രമേ അവർ തമ്മിൽ ഈക്വൽ ആവത്തുള്ളൂ. പക്ഷെ ഇവിടെ എത്രയാണ് ടോട്ടൽ? 97.50 kg കൊടുത്തു ബിക്ക്. ശരിക്കും 26 കൊടുക്കാൻ പാടുള്ളൂ. അതിന്റെ ബാക്കി എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ചു വാങ്ങിക്കണം, എങ്കിലേ കറക്റ്റ് ആവത്തുള്ളൂ. അപ്പൊ 97.50 നമ്മൾ കൊടുത്തെങ്കിൽ അതിന്റെ 26 എടുത്ത് ബാക്കി നമ്മൾ തിരിച്ചു വാങ്ങിക്കണം. അതാണ് 71.50. സോ അവരുടെ ആവറേജ് ചോദിച്ചിരിക്കുന്നതുകൊണ്ട് ഡിവൈഡ് ബൈ 2 35.75 ആയിരിക്കും ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, there are some children in a camp and their average weight is 40 kg. അതായത് ഒരു n സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ n സ്റ്റുഡൻസിന്റെ ആവറേജ് വെയിറ്റ് 40 kg ആണ്. 5 children average weight of 36 ജോയിൻ ചെയ്തു. അതല്ലെന്നുണ്ടെങ്കിൽ 5 children average weight 43.2 kg ലീവ് ചെയ്തു. രണ്ട് സമയത്തും എന്താണ്? ഓർ ആണ് അല്ലെ, ഒരുമിച്ചല്ല, ഓർ. അപ്പൊ അതുകൊണ്ട് ആവറേജ് വെയിറ്റ് എന്ത് സംഭവിക്കും? വ്യത്യാസമൊന്നുമില്ല. രണ്ട് സമയത്തും രണ്ട് കേസുകളിലും ഈക്വൽ ആണ്. എങ്കിൽ എത്ര കുട്ടികളാണ് ആദ്യം ഉണ്ടായിരുന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ 40 കിലോഗ്രാം ആണ്. 5 കുട്ടികൾ 36 kg ആവറേജ് വെയിറ്റ് ഉള്ള കുട്ടികൾ ജോയിൻ ചെയ്തു. സോ കുറവുള്ളവര് ജോയിൻ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? -4 ഡീവിയേഷൻ സംഭവിച്ചു അല്ലെ. -4 എത്ര കുട്ടികൾക്കാണ്? 5 കുട്ടികളിലാണ് ആ വ്യത്യാസം. 5 കുട്ടികളല്ല, 5 കുട്ടികളും കൂടെ -20 ഡീവിയേഷൻ സംഭവിച്ചു. ടോട്ടൽ അത്രയും എത്ര സംഭവിക്കുന്നുണ്ട്? n+5 കുട്ടികൾക്കും അത് ബാധകമാണ്. നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, 40 kg ആയിരുന്നത് 43 kg ആയി. ഇവിടെ 3.2 ഇൻക്രീസ് ആണ് സംഭവിച്ചത്. അവര് എന്ത് സംഭവിച്ചു? പോകുവാണ് ചെയ്തത് അല്ലെ. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 kg 36 kg എന്താണ്? ആഡ് ചെയ്യുവാണ് ചെയ്തത്. വളരെ അതായത് ആവറേജിനേക്കാളും കുറഞ്ഞ kg ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും? അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും. നെഗറ്റീവ്
ഇമ്പാക്റ്റ് ആയിരിക്കും. അതായത് അതായത് കുറഞ്ഞ kg പുറത്തു പോകുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും, കുറഞ്ഞ kg വന്നു കഴിയുമ്പോൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ആവറേജ് വെയിറ്റിനേക്കാളും കൂടുതൽ kg പുറത്ത് പോകുക എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ 40 kg ഉണ്ട്, ടോട്ടൽ ആവറേജ് 43.2 kg പുറത്തു പോയാൽ 3.2 കൂടുതലല്ലേ? അപ്പൊ അത്രയും എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, നെഗറ്റീവ്ലി ആണ് അത് ബാധിക്കുന്നത്. നെഗറ്റീവ് സൈൻ ആയിരിക്കും അവിടെ യൂസ് ചെയ്യേണ്ടത്, അത് ശ്രദ്ധിക്കണം. അതായത് ഇവിടെ വരുമ്പോൾ -3.2 മൾട്ടിപ്ലൈഡ് വിത്ത് 5 വരും, അതായത് -16 വരും. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എഴുതുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 40 ആണ് നമ്മുടെ ഒറിജിനൽ ആവറേജ് അല്ലേ? സോ നെക്സ്റ്റ് ആവറേജിൽ എന്ത് ഡീവിയേഷൻ സംഭവിച്ചു? ഒരു -20 വന്നു അതിന്റെ കൂടെ. എത്ര നമ്പേഴ്സിന് ബാധകം? n+5 നമ്പേഴ്സ്. അതും അതല്ല എന്നുണ്ടെങ്കിൽ 40ൽ എന്ത് സംഭവിക്കുന്നു? അവിടെയും -16 ആണ് ബാധകം. എത്ര നമ്പേഴ്സിന്? n-5. ഓക്കെ, സോ നമുക്ക് ഇത് എത്ര കിട്ടും? 5/n+5 ഇത് കിട്ടും, ഇസ് ഈക്വൽ ടു 4/n-5. അതായത് 40 ക്യാൻസൽ ആയല്ലോ, which implies 5n minus 25 is equal to 4n plus 20. n is equal to 45. So n നമ്പർ എന്ന് പറഞ്ഞാൽ 45 ആയിരിക്കും നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ആവറേജ് വെയിറ്റ് 40 kg ആണ്, 40 kgക്കാളും കൂടുതൽ ഒരു kg ആ ഗ്രൂപ്പിൽ നിന്ന് പോവുകയാണ്. അപ്പൊ അത് നെഗറ്റീവ് ആയിട്ടാണ് ബാധിക്കുന്നത്. അപ്പോൾ വലിയൊരു വെയിറ്റ് ആണ് പോകുന്നത്. അപ്പൊ നെഗറ്റീവ് ആയിരിക്കണം അവിടെ നമ്മൾ പുട്ട് ചെയ്യുന്ന സൈൻ. കുറഞ്ഞ kg ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കുറഞ്ഞ kg ആയി കഴിയുമ്പോൾ അതെന്താണ്? കുറഞ്ഞു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ -4 ആണ്, -4 മൾട്ടിപ്ലൈഡ് വിത്ത് 5 എന്ന് പറയുന്നത് -20. Next problem, the average weight of a certain number of students is 72 kg ആണ്. If 10 students having an average weight of 78 kg leave and 4 students having an average weight of 80 kg join the group. അതായത് ഇവിടെ ശ്രദ്ധിക്കണം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഓർ ആയിരുന്നു, അല്ല ഏതെങ്കിലും ഒന്ന്. ഇവിടെ എന്ന് പറഞ്ഞാൽ രണ്ടും നടക്കുന്നുണ്ട്, അതായത് 10 സ്റ്റുഡൻസ് പോകുന്നുണ്ട്, 4 സ്റ്റുഡൻസ് വരുന്നുമുണ്ട്. സോ n നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണെന്ന് വിചാരിക്കുക, 72 kg. അതുപോലെ തന്നെ 10 സ്റ്റുഡൻസ് ലീവ് ചെയ്യുന്നു, 78 kg. 4 സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുന്നു, 80 kg. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ആവറേജ് വെയിറ്റ് ഡിക്രീസസ് ബൈ 0.7 kg ആണ്. ഓക്കെ, ദെൻ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇനിഷ്യലി ഇൻ ദ ഗ്രൂപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 72 ആണ് 78 ആയി, അതായത് കൂടിയ വാല്യൂ പുറത്തു പോയി, അതായത് നെഗറ്റീവ് എഫക്റ്റ്. -6 into 10 that is equal to -60. നെക്സ്റ്റിൽ എന്താണ് സംഭവിച്ചത്? 72 ആയിരുന്നത് 80 ആയി, അവിടെ +8 ആണ്, അകത്തോട്ട് വരുവാണ് പോസിറ്റീവ് സൈൻ, that is +32. സോ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡീവിയേഷൻ എത്രയായിരിക്കും? -60 + 32 is equal to -28 അല്ലെ? ഈ -28 എത്ര നമ്പേഴ്സിന് ബാധകമാണ്? n നമ്പേഴ്സിന് ബാധകമാണ്. എന്ന് പറയുന്നത് ഡിക്രീസസ് ബൈ എത്രയാണ്? ആവറേജ് വെയിറ്റ് ഡിക്രീസസ് ബൈ 0.7 ആണ്, അത് -0.7 അല്ലെങ്കിൽ 7/10. that is equal to n is equal to 40. n is equal to 40 എന്ന് പറഞ്ഞ ആൻസർ ഓപ്ഷനിലും ഇല്ല. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇനിഷ്യലി എത്രയുണ്ടെന്നാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയ n equal to 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 സ്റ്റുഡൻസ് പോയി 4 സ്റ്റുഡൻസ് വന്നതിന് ശേഷമുള്ള നമ്പർ ആണ്. അതായത് 10 പേര് പോയി 4 പേര് വന്നു എന്ന് പറഞ്ഞാൽ -6 എഫക്റ്റ് ആണ്. അതായത് ഇനിഷ്യലി n വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 46 ആയിരിക്കും. ഓക്കെ, അതെപ്പോഴും ശ്രദ്ധിക്കണം. ആവറേജ് വെയിറ്റ് ഓഫ് 6 children 32.8 ആണ്. 2 more children waiting 26.5, അതായത് 32.8 ആയിരുന്നു, 26.5ഉം 28.3 kg വെയിറ്റ് ഉള്ള 2 കുട്ടികൾ ജോയിൻ ചെയ്യാണ്. Then what would be the new average weight in kilogram? അപ്പോൾ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, അതായത് കുറഞ്ഞ ആവറേജ് ജോയിൻ ചെയ്യുവാണെങ്കിൽ നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും. ഇവിടെ 6.3 ആയിരിക്കും, ഇവിടെ എത്ര വരും? ഇവിടെ ആണെങ്കിൽ നെഗറ്റീവ് തന്നെയാണ്, കാരണം നെഗറ്റീവ് കുറവാണല്ലോ, -4.5 വരും. സോ ടോട്ടൽ എന്ന് പറയുന്നത് -10.8 ആണ്. ഓക്കെ, -10.8 ആണ്. ഈ -10.8 എത്ര കുട്ടികൾക്ക് ബാധകമായിരിക്കും? 8 കുട്ടികളാണ്. അതായത് 32.8 എന്ന് പറയുന്നത് 6 കുട്ടികൾ, അത് കഴിഞ്ഞ് 2 കുട്ടികൾ ജോയിൻ ചെയ്തു. സോ -10.8 എന്ന് പറയുന്നത് 8 കുട്ടികൾക്ക് ബാധകമാണ്. സോ 32.8നോട് എന്ത് ആഡ് ചെയ്യണം? ഇത്രയും ഡീവിയേഷൻ ആഡ് ചെയ്യണം. സോ ഇത് എത്ര കിട്ടും? -108/80 plus 32/10 is equal to 8. -108/80 plus 8 ആണെങ്കിൽ 622 26/80 വരും. That is equal to 1152/80 വരും.
8 3s are 24, 1 8, 4 8s are 30, 32. ഓക്കെ, 2 വെച്ച് നോക്കാം. 4 വെച്ച് നോക്കാം അല്ലെ. 4 ആകുമ്പോൾ 6 4s are 24, 1 4 2s are 8, 4 9, 4 വരുമ്പോൾ 20 വരും. സോ നെക്സ്റ്റ് 2 വെച്ച് ചെയ്യുമ്പോൾ 20 വെച്ച് തന്നെയാണ്. 629 ഡിവൈഡഡ് ബൈ 20 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 360. 29 പോയിന്റ് വരും. സോ ഇവിടെ വരുമ്പം 5 4, അതായത് 31.45 ആയിരിക്കും ആൻസർ. ന്യൂ ആവറേജ് ഓഫ് ദ വെയിറ്റ് ഇൻ കിലോഗ്രാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആവറേജ് വെയിറ്റ് ഓഫ് 18 persons increases by 2.5 kg when a new person comes in place of one of them weighing 72 kg. വെയിറ്റ് ഓഫ് ദ ന്യൂ പേഴ്സൺ, അതായത് 18 പേരുടെ വെയിറ്റ് 2.5 ഇൻക്രീസ് ചെയ്തു പുതിയ ആൾ വന്നപ്പോൾ. അതായത് 18 പേർക്ക് 2.5 വെച്ച് 25/10, ദാറ്റ് ഈസ് ഈക്വൽ ടു 25552, അതായത് 45 kg വ്യത്യാസം വന്നു അല്ലേ. ഇൻ പ്ലേസ് വൺ ഓഫ് ദം വെയിങ് 72 kg. സോ വെയിറ്റ് ഓഫ് ന്യൂ പേഴ്സൺ എന്ന് പറയുന്നത്, വെയിറ്റ് ഓഫ് ന്യൂ എന്ന് പറയുന്നത് 72ന്റെ കൂടെ 45 ആഡ് ചെയ്യുന്നതായിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 117 kg. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. അതായത് 72 kg എന്ന് പറയുന്നത് പുതിയ പേഴ്സൺ അയാളുടെ വെയിറ്റിലോട് എത്രയും കൂടെ ആഡ് ആവുകയാണ്. അത്രയും 45 kg എന്ന് പറയുന്നത് അത്രയും ഡീവിയേഷനും കൂടെ ആഡ് ആവുകയാണ്. മനസ്സിലായോ? സോ വെയിറ്റ് ഓഫ് ദ ന്യൂ പേഴ്സൺ 72 പ്ലസ് 45 എന്ന് പറയുന്നത് 117 kg. നെക്സ്റ്റ് പ്രോബ്ലം, ദ ആവറേജ് വെയിറ്റ് ഓഫ് സം സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് വാസ് 69.5 kg. അതായത് n നമ്പർ ഓഫ് സ്റ്റുഡൻസ് 69.5 kg ആണ് അവരുടെ ആവറേജ് വെയിറ്റ്. When 10 students of average weight 68 kg, അപ്പോൾ 10 സ്റ്റുഡൻസിന്റെ ആവറേജ് വെയിറ്റ് 68 kg ജോയിൻ ചെയ്യുന്നു. 6 സ്റ്റുഡൻസ് ആവറേജ് വെയിറ്റ് 60 kg ലെഫ്റ്റ് ചെയ്യുന്നു. സോ എന്ത് സംഭവിക്കുന്നു? ആവറേജ് വെയിറ്റ് ഇൻക്രീസ്ഡ് ബൈ 2 kg ആണ്. അങ്ങനെയെങ്കിൽ ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ ഇൻ ദ ക്ലാസ് നൗ? എടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴുള്ള കുട്ടികൾ, ഇനിഷ്യലി അല്ല ഇപ്പോഴുള്ള കുട്ടികൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ n 69.5, സോ ഇവ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 69.5 ആണ്. 10 സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. 60 kg അപ്പോൾ ലീവ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ കുറഞ്ഞ kg പുറത്തു പോയി. അപ്പോൾ അതെന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. എത്ര വരും? 9.5 മൾട്ടിപ്ലൈഡ് വിത്ത് 6 ഇസ് ഈക്വൽ ടു, ഇനിയിപ്പോൾ കൂടിയ kg പുറത്തോട്ട് പോകുമ്പോൾ നെഗറ്റീവ് എഫക്റ്റ് ആണ്. കുറഞ്ഞ kg പുറത്തോട്ട് പോകുമ്പോൾ പോസിറ്റീവ് എഫക്റ്റ് ആണ്. ഓക്കെ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. കുറഞ്ഞ kg അകത്തോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും. സോ ഇത് എത്ര വരും? -1.5 മൾട്ടിപ്ലൈഡ് വിത്ത് 10, ദാറ്റ് ഈസ് ഈക്വൽ ടു -15 ഇവിടെ കിട്ടും. ഇവിടെ എത്ര കിട്ടും? 6 5 33, that is +57 കിട്ടും. +57. സോ റിസൾട്ടിന് എത്ര കിട്ടും? +57 -15 എന്ന് കിട്ടും. അതായത് 42 +42 ആണ് കിട്ടുന്നത്. സോ ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ ഇൻ ദ ക്ലാസ് നൗ? അതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ 42 വേരിയേഷൻ n സ്റ്റുഡൻസിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എത്ര? 2 kg. സോ പോസിറ്റീവ് 2 തന്നെ. ഇറ്റ് ഇംപ്ലൈസ് n ഈസ് ഈക്വൽ ടു 21. സോ ഇപ്പോൾ ഉള്ള സ്റ്റുഡൻസിന്റെ എണ്ണം എത്രയാണ്? 21. സോ നമുക്ക് ആ ഒരു വരുന്നതും പോകുന്നതുമായിട്ടുള്ള ആവറേജ് വെയിറ്റിന്റെ ആ ഡിഫറൻസ് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പെട്ടെന്ന് തന്നെ ആൻസർ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഇപ്പോഴത്തെ കുട്ടികൾ 21 ആണ്. നൗ എന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. സോ 21 ആണ് ആൻസർ. ആവറേജ് വെയിറ്റ് ഓഫ് സം സ്റ്റുഡൻസ് ഇൻ എ ഗ്രൂപ്പ് ഈസ് 58. സോ അതേ പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമ്മൾ ആദ്യം ചെയ്തതിൽ ചിലതിൽ ഓർ വന്നിട്ടുണ്ട് അല്ലെ, പിന്നെ വരുന്നതിൽ ആൻഡ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ചില സ്റ്റുഡൻസ് ചോദിച്ചത് ഇനിഷ്യലി ആണ്, ചില ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ എത്ര കുട്ടികളാണ്. അപ്പൊ ചില ഡിഫറൻസുകൾ ഉണ്ട്. മിക്ക നമ്മൾ കാണുമ്പോൾ സെയിം ആണെന്ന് തോന്നുമെങ്കിലും ചില ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ തന്നെ കണ്ടോ, ആ 3 സ്റ്റുഡൻസ് ലീവ് ചെയ്യുന്ന അല്ല ജോയിൻ ചെയ്യുന്നവരുടെ വെയിറ്റ് കൂടി തന്നിട്ടുണ്ട്. അതൊക്കെ ഓരോ രീതിയിലും ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. സോ n സ്റ്റുഡൻസിന്റെ ആവറേജ് വെയിറ്റ് നമുക്ക് അസ്യൂം ചെയ്യുന്നതല്ല, തന്നിട്ടുണ്ട് 58 kg എന്ന്. 8 സ്റ്റുഡൻസ് ആവറേജ് വെയിറ്റ് 54 kg ലീവ് ദ ഗ്രൂപ്പ്. 8 സ്റ്റുഡൻസ് 54 kg. പിന്നെ വരുന്ന വെയിറ്റ് 3 സ്റ്റുഡൻസ്, അതായത് 53.6 വരുന്നുണ്ട്, അതുപോലെ 54 kg വരുന്നുണ്ട്, 57.4 kg വരുന്നുണ്ട്. അവർ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആവറേജ് വെയിറ്റ് ഓഫ് ദ റിമൈനിങ് സ്റ്റുഡൻസ് വിൽ ഇൻക്രീസ് ബൈ 575 gram. ഓർത്തോണം, അത് കിലോഗ്രാം അല്ല ഗ്രാം ആണ്.
ഓക്കെ, സോ നമുക്ക് നോക്കാം. 58 kg വെയിറ്റ് ഓഫ് സം സ്റ്റുഡൻസ്, 8 സ്റ്റുഡൻസ് ഓഫ് ആവറേജ് 54 ലീവ് ചെയ്യുകയാണ്. അതായത് 54 kg എന്ന് പറഞ്ഞാൽ കൂടുതൽ പുറത്തോട്ട് പോകുമ്പോൾ നെഗറ്റീവ് ആണ്, കുറഞ്ഞ ആവറേജ് പുറത്തോട്ട് പോകുമ്പോൾ വെയിറ്റ് പുറത്തോട്ട് പോകുമ്പോൾ പോസിറ്റീവ് ആണ്. സോ ഇത് എത്ര വരും? +4 മൾട്ടിപ്ലൈഡ് വിത്ത് 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 32 വരും, +32 വരും. ഈ നെക്സ്റ്റ് നോക്കുക, ആവറേജ് വെയിറ്റ് 53.6 ആണ്. അപ്പോൾ അത് ഈ 3 kg ഈ വെയിറ്റ് ഉള്ളവർ എന്താ ചെയ്യുന്നത്? ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്തോണം 58 ആണ് 53. നമ്മൾ പറഞ്ഞു കുറഞ്ഞ kg, കൂടുതൽ ഏജ് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ്, കൂടുതൽ kg അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് ആണ്. കുറഞ്ഞ kg അകത്തോട്ട് വന്നാൽ നെഗറ്റീവ് ആണ്. സോ ഇത് എത്ര വരും? -4.4 വരും, -4.4 അല്ലേ? കറക്റ്റ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കുക, 54 ആണ്, അവിടെയും കുറവ് തന്നെയാണ്. അപ്പൊ എത്ര വരും? -4 വരും. തേർഡ് വൺ ആണെങ്കിലോ 58ഉം 57, അതും കുറവ് തന്നെയാണ്, അപ്പോൾ -0.6 വരും. സോ ഇതിന്റെ ഒരു സം എന്ന് പറഞ്ഞാൽ സം എത്രയായിരിക്കും? ടോട്ടൽ എന്ന് പറഞ്ഞാൽ -4.4 -4 -0.6 +32 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് എത്ര വരും? -8.4 -8.4 എന്ന് പറയുമ്പോൾ -9 + 32 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 23 ആയിരിക്കും വരുന്നത്. സോ പറഞ്ഞിരിക്കുന്നത് ഈ 23 എത്ര നമ്പേഴ്സിന് ബാധകം? ഇത് ആൻഡ് ആണ്, ഓർ അല്ല, ആൻഡ് എന്നാണ് പറഞ്ഞെങ്കിൽ. സോ ഇത്ര നമ്പേഴ്സ് ആണ്. ഈ 23 എന്ന് പറയുന്നത് ഈ നമ്പേഴ്സിന് ബാധകമാണ്, n നമ്പേഴ്സിന് ബാധകമാണ്. ഇൻക്രീസ് ബൈ 575 ഗ്രാം, ഗ്രാമിനെ ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? കിലോഗ്രാം ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. സോ ഇത് 23 കൊണ്ട് 575 മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. 23 369 ആയി, അപ്പോൾ 246 ആവും. 5 ആണ്, അപ്പോൾ ഇത് 5 ആണ് അല്ലേ? അപ്പോൾ ഇത് 25 വരും. സോ n എന്ന് പറയുന്നത് എത്രയായിരിക്കും? 23 മൾട്ടിപ്ലൈ 25. സോ n ഈസ് ഈക്വൽ ടു 1000 ഡിവൈഡഡ് ബൈ 25 വരും. സോ ഇത് എത്രയായിരിക്കും? 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 40. എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 40 ആണ്. പക്ഷെ അവിടെ ശ്രദ്ധിച്ചോണം, ക്വസ്റ്റ്യൻ ഇനിഷ്യലി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇപ്പോഴാണ് 40 എന്ന് കിട്ടിയത്. 8 സ്റ്റുഡൻസ് ലീവ് ചെയ്തു, 3 സ്റ്റുഡൻസ് ജോയിൻ ചെയ്തു. സോ എത്ര ഡിഫറൻസ്? -5 ഡിഫറൻസ് വരും. -5 ഡിഫറൻസ് വന്നതിന് ശേഷമാണ് n 40. സോ ഇനിഷ്യലി എത്രയുണ്ട്? ഇനിഷ്യലി എന്ന് പറയുന്നത് 40 + 5 ആയിരിക്കും. സോ ഇനിഷ്യലി 45 സ്റ്റുഡൻസ് ആയിരിക്കും ഉണ്ടാവും. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കുന്നത്. സോ ഇങ്ങനത്തെ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് CGL മെയിൻസിനൊക്കെ. അപ്പൊ അതാ പോകുന്നതും കുറയുന്നതും, അതായത് വെയിറ്റ് കൂടുതൽ പോകുന്നതും വെയിറ്റ് കുറഞ്ഞത് പോകുന്നതും, ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് പ്രധാനപ്പെട്ട പാറ്റേണുകൾ ആവറേജിൽ. അല്ല സാധാരണ സിമ്പിൾ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതായത് ടോട്ടൽ ബൈ നമ്പർ ആവറേജ്. സോ അതെല്ലാവർക്കും അറിയാലോ ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം ഇതേ ഒരു പാറ്റേണിൽ. ഓക്കെ, എന്നിട്ട് അത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കണം. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.